താരിഫ് യുദ്ധത്തിനിടയിലും അമേരിക്കയ്ക്ക് അടുത്ത തിരിച്ചടി നൽകി ഭാരതം. US നിർമ്മിത യുദ്ധവിമാനങ്ങൾക്ക് പകരം അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്റ്റ് എയർക്രാഫ്റ്റ് വികസിപ്പിക്കാനാണ് ഭാരതത്തിൻ്റെ നീക്കം. തദ്ദേശീയമായി നിർമ്മിക്കുന്ന 5ാം തലമുറ യുദ്ധവിമാനത്തിൻ്റെ എഞ്ചിൻ ഫ്രഞ്ച് കമ്പനിയുമായി ചേർന്ന് ഭാരതം വികസിപ്പിക്കുമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഡൽഹിയിൽ നടന്ന വേൾഡ് ലീഡേഴ്സ് ഫോറത്തിലാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നിർണായക പ്രഖ്യാപനം. 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ വികസിപ്പിക്കുന്നതിൽ ഭാരതം ഗണ്യമായ പുരോഗതി കൈവരിച്ചതായി പ്രതിരോധ മന്ത്രി പറഞ്ഞു. ഫ്രാൻസിലെ സഫ്രാൻ കമ്പനിയുമായി ചേർന്നാണ് എഞ്ചിനുകൾ വികസിപ്പിക്കുകയെന്ന് രാജ്നാഥ് സിംഗ് അറിയിച്ചു. हमने एचएएल को करीब 66,000 करोड़ रुपए की लागत से 97 तेजस फाइटर प्लेन्स बनाने का नया ऑर्डर दे दिया है और इसके पहले भी एचएएल को 48,000 करोड़ रुपए की लागत से 83 एयरक्राफ्ट बनाने का भी ऑर्डर दिया गया था. റഫേൽ യുദ്ധവിമാനങ്ങൾക്കായുള്ള M88 എഞ്ചിന്റെ നിർമ്മാതാക്കളാണ് സഫ്രാൻ. AMCA യുദ്ധവിമാനങ്ങൾക്കായി ഹൈത്രസ്റ്റ് എഞ്ചിനായിരിക്കും സഫ്രാൻ വികസിപ്പിക്കുക. അമേരിക്കയുടെ F-35, റഷ്യയുടെ Su-57 തുടങ്ങി 5ാം തലമുറ യുദ്ധവിമാനങ്ങളെ വെല്ലുവിളിക്കാൻ സാധിക്കുന്ന തരത്തിലാകും ഭാരതത്തിന്റെ AMCA യുദ്ധവിമാനങ്ങളുടെ നിർമ്മാണം. ഭാരതത്തിന്റെ സൈനിക ശേഷിക്ക് കരുത്തേകാൻ 5ാം തലമുറ യുദ്ധവിമാനത്തിന് സാധിക്കുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഭാരതത്തിലെ ആദ്യത്തെ തദ്ദേശീയ സ്റ്റെൽത്ത് ഹെവി മൾട്ടി റോൾ ഫൈറ്റർ ജെറ്റായിരിക്കും ഇത്. ടൺ ഭാരവും ഇരട്ട എഞ്ചിനുമുള്ള യുദ്ധവിമാനമാണിത്. സൂപ്പർ ക്രൂയിസ് ശേഷി, സെൻസർ ഫ്യൂഷൻ തുടങ്ങി ഒട്ടനവധി സവിശേഷതകൾ ഈ വിമാനത്തിൽ ഉൾപ്പെടും. വിമാനത്തിന്റെ നിർമ്മാണത്തിനായുള്ള പ്രാരംഭ ചെലവിനായി 15,000 കോടി രൂപ കേന്ദ്ര സർക്കാർ ഇതിനോടകം അനുവദിച്ചിട്ടുണ്ട്. 2030ഓടെ എഞ്ചിൻ പുറത്തിറക്കാൻ ആകുമെന്നാണ് നിഗമനം. നാഷണൽ ഡെസ്ക്, ജനം.